അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കേരളത്തെ മധ്യത്തിൽ മുഖ്യ ഇടതുമുന്നണിയുടെ ജനവിരുദ്ധ മതനയമാണ് അവരുടെ പരാജയത്തിന് പ്രധാന കാരണമായതെന്ന് പ്രോ ലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ്. തമിഴ്നാട് സർക്കാർ നടപ്പിലാക്കിയ മാതൃകയിൽ മദ്യലഭ്യത കുറയ്ക്കാനുള്ള നടപടികൾ വരാനിരിക്കുന്ന പുതിയ സർക്കാർ സ്വീകരിക്കണമെന്ന് പ്രോ ലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് ചെയർമാൻ സാബു ജോസ് പറഞ്ഞു. ജനവാസ മേഖലകളിലെ മദ്യശാലകൾ നീക്കം ചെയ്യണമെന്നും പുതിയവയ്ക്ക് അനുമതി നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. വരുമാനത്തെക്കാൾ ഉപരിയായി ജനങ്ങളുടെ ആരോഗ്യത്തിനും കുടുംബ ഭദ്രതയ്ക്കും മുൻഗണന നൽകുന്ന മദ്യവിരുദ്ധ നയം പുതിയ ഭരണകൂടം ആവിഷ്കരിക്കണം. മദ്യമുക്തമായ കേരളം കെട്ടിപ്പടുക്കാനുള്ള ജനവികാരം അധികാരികൾ ഉൾക്കൊള്ളണമെന്നും സംഘടന കൂട്ടിച്ചേർത്തു. ഇറ്റലിയിലെയും സാൻ മറീനോ റിപ്പബ്ലിക്കിലെയും മുൻ അപ്പസ്തോലിക് ന്യൂൻഷോ ആയിരുന്ന സ്വിറ്റ്സർലൻഡിലെ കർദിനാൾ പോൾ എമിൽ ഷെറിംഗ് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. കർദിനാളിന്റെ നിര്യാണത്തിൽ ലിയോ 14 പാപ്പ ആഴമായ ദുഃഖം രേഖപ്പെടുത്തുകയും സഭയ്ക്ക് അദ്ദേഹം നൽകിയ വിലമതിക്കാനാവാത്ത നയതന്ത്ര സേവനങ്ങളെ അനുസ്മരിക്കുകയും ചെയ്തു. 1978 ജോൺ പോൾ 2 പാപ്പയുടെ കാലത്താണ് അദ്ദേഹം വത്തിക്കാന്റെ നയതന്ത്ര സർവീസിൽ പ്രവേശിക്കുന്നത്. ദീർഘകാലത്തെ അർപ്പണബോധമുള്ള സേവനങ്ങൾ പരിഗണിച്ച് 2023 സെപ്റ്റംബർ 30 ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ കർദിനാൾ സംഘത്തിലേക്ക് ഉയർത്തിയത്. ധന്യൻ കദളിക്കാട്ടിൽ മത്തായി അച്ഛന്റെ 91ാമത് ചരമവാർഷികാചരണം ഈ മാസം 23 പാല SH പ്രൊവിൻഷ്യൽ ഹൗസ് കപ്പേളയിൽ നടക്കും. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് കല്ലറയിങ്കൽ പ്രത്യേക ചരമവാർഷിക പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് പാലാ രൂപത മെത്രാൻ മാർ ജോസഫ് കലർങ്ങാട്ടിന്റെ കാർമ്മികത്വത്തിൽ ശ്രാദ്ധ നേർച്ച വെഞ്ചരിപ്പ്. അതേസമയം ചരമവാർഷികാചരണത്തിന്റെ മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ നാളെ മുതൽ ആരംഭിക്കും. വിശുദ്ധ ജോൺ പോൾ 2 പാപ്പയ്ക്ക് വെടിയേറ്റ സ്ഥലത്തുനിന്ന് പ്രാർത്ഥന നടത്തി ലിയോ 14 പാപ്പ. പാപ്പയ്ക്ക് നേരെ വധശ്രമം നടന്നതിന്റെ 45ാം വാർഷികത്തിലാണ് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ വെടിയേറ്റ അതേ സ്ഥലത്ത് വെളുത്ത മാർബിൾ ഫലകത്തിന് മുന്നിൽ നിന്ന് ലിയോ പാപ്പ നിശബ്ദനായി പ്രാർത്ഥിച്ചത്. 1981 മെയ് 13 ഫാത്തിമ മാതാവിന്റെ പ്രത്യക്ഷീകരണം നടന്ന അതേ ദിവസമാണ് തുർക്കി പൗരനായ അലി ആക്ക വിശുദ്ധ ജോൺ പോൾ 2 പാപ്പയ്ക്ക് നേരെ വെടിയുതിർത്തത്. മരണത്തെ അതിജീവിച്ച ജോൺ പോൾ 2 പാപ്പ മാതാവിന്റെ അദൃശ്യമായ കൈകളാണ് വെടിയുണ്ടയുടെ ദിശ മാറ്റി തന്റെ ജീവൻ രക്ഷിച്ചതെന്ന് വിശ്വസിച്ചിരുന്നു. നൈജീരിയയിലെ തരാബ സംസ്ഥാനത്തുള്ള ബുഗാരി കത്തോലിക്ക രൂപതയിൽ കഴിഞ്ഞ 9 മാസത്തിനിടെ സമാനതകളില്ലാത്ത അക്രമങ്ങളാണ് അരങ്ങേറിയതെന്ന് റിപ്പോർട്ട്. 2025 സെപ്റ്റംബർ മുതൽ ഇതുവരെ രൂപതയുടെ പരിധിയിൽ 100-ലധികം പേർക്ക് ജീവൻ നഷ്ടമായതായി ബിഷപ്പ് മാർ സിസ്കുവേയൻ വെളിപ്പെടുത്തി. അക്രമങ്ങളെ തുടർന്ന് 217 ക്രൈസ്തവ ദേവാലയങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടുവെന്ന ഞെട്ടിപ്പിക്കുന്ന കണക്കുകളും രൂപത പുറത്തുവിട്ടു. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് 16 വൈദികർ ഉൾപ്പെടെ ഏകദേശം 98,000-ലധികം ആളുകൾക്ക് തങ്ങളുടെ വീടുകളിൽ നിന്ന് മാറി പാർക്കേണ്ടി വന്നു. മെത്രാന്മാരുടെ 3ാമത്തെ ജനറൽ അസംബ്ലിക്ക് പിന്നാലെയാണ് രൂപത നേരിടുന്ന അതീവ ഗുരുതരമായ ഈ വെല്ലുവിളികൾ ബിഷപ്പ് ഔദ്യോഗികമായി അറിയിച്ചത്. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.